ഹായ് ഹലോ. ഇന്ന് നമുക്ക് ഉഴുന്ന് കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഒന്നുമില്ലാതെ നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരമൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിതാ ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വന്ന സമയത്ത് നമ്മൾ അതിലേക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വലുതാണെങ്കിൽ 1 സവാള, അല്ലാതെ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 സവാള എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ചെറിയ സവാള ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് 1 2 എടുക്കാം കേട്ടോ. അതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. കളറൊന്ന് മാറി വന്നാൽ തന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി ആ ഒരു പച്ച മണം ഉണ്ടാവില്ലേ, ഇഞ്ചിയുടെയും സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് റവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വട റെസിപ്പി ആയിട്ടോ. നമ്മൾ രാവിലെയൊക്കെ എന്നും ഒരുപോലെയുള്ളതൊക്കെ കഴിച്ച് മടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നമ്മളിത് അതിലേക്ക് റവയും കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് റവ ഉണ്ടാവും കേട്ടോ ഇത്. ഇനി നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് റവ നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കളർ ഏകദേശം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. സ്മെല്ലും മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പം ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമായിട്ട് നമ്മളിതിലേക്ക് കറിവേപ്പിലയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നോർമൽ വാട്ടറാണ് ചേർക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പോളം നമ്മളിതിലേക്ക് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പം വെള്ളം ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം ആണ്ട കേട്ടോ. നമുക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം മാത്രം മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് എണ്ണ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുത്താൽ ഒരുപാട് എണ്ണയൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വട റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനാക്കിനാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചൂടൊന്ന് ആറിയിട്ട് നമുക്കിങ്ങനെ കൈ വെച്ച് മിക്സാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂടുള്ള സമയത്ത് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയില്ല. നമുക്ക് കൈ വെച്ച് ഇങ്ങനെ മിക്സാക്കി എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചൂടായി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വടയിൽ നമ്മൾ നന്നായിട്ട് ഉള്ളിയും ഈ ഒരു പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കണം. എന്നാലായിട്ട് നല്ല ടേസ്റ്റ് നാൻ കഴിക്കുന്ന സമയത്ത് നമ്മളിതാ ഇതുപോലെ ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ എത്ര വലുപ്പമുള്ള വടയാണ് നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ആക്കിയിട്ട് നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ നടുഭാഗത്ത് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നിറയെ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് എടുക്കണം. നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു വട അതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഒന്നും കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. 10-20 സെക്കൻഡ് കൊണ്ട് നമ്മളെ വട നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും. റവയൊക്കെ നന്നായിട്ട് വെന്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് അത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക. തീ കൂട്ടി വെച്ചിട്ട് തന്നെ നമ്മൾ വട നന്നായിട്ട് മുരിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് 2 സൈഡിൽ നല്ലോണം ബ്രൗൺ കളറായിട്ട് വരണം. എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ വട റെഡി ആയിട്ട് കിട്ടുവേ. അപ്പോൾ ഒരു 10-20 സെക്കൻഡ് മാത്രം മതിയാവും. ആ ഒരു സമയം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
തിരിച്ചിട്ടെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇളക്കി കൊടുത്തതിനാൽ നമ്മളിതിൽ നിറയെ കറിവേപ്പിലയും നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇട്ട ഉടനെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതങ്ങ് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് കളർ മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. ഒരുപാട് സമയം വെക്കണ്ടില്ല കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടി ഇനി ചട്നി ഒന്നും ആവശ്യമില്ല. നമുക്കിതാ ഇതുപോലെ തന്നെ അങ്ങ് കഴിക്കാട്ടോ. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ചായയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള വട റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ഞാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.